ഓം ദേവഗുരുവേ, ധർമ്മത്തിന്റെ ദീപമേ, വിദ്യയുടെയും വിവേകത്തിന്റെയും അമൃതധാരയെ. ആകാശമണ്ഡലത്തിലെ ഗ്രഹരാജാവായിട്ടുള്ള ബൃഹസ്പതി 2/6/2026 സിംഹാസനം മാറുകയാണ്. മിഥുനത്തിന്റെ വേഗത വിട്ട് കർക്കിടകത്തിന്റെ കുളിർമയിലേക്ക്, കരുണയും ജ്ഞാനവും കൈകോർത്ത് നടക്കുന്ന പാതയിലേക്ക്. ഓം ബൃഹസ്പതയേ നമ. ഓം ദേവഗുരുവേ നമ. കാലത്തിന്റെ വേഗതയിൽ ഗ്രഹഗതി മാറുമ്പോൾ കനലുകൾ പോലും പൂക്കളായി മാറിയേക്കാം. അതിചാരം എന്നൊരു വിസ്മയ യാത്രയിൽ അറിവിൻ പൊരുൾ തേടി നമുക്ക് യാത്ര പോകാം. നമസ്കാരം. ഋഷിപ്രോക്തത്തിലെ ഇന്നത്തെ അറിവിന്റെ നിറകുടത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കാലചക്രത്തിൽ എല്ലാ ഗ്രഹങ്ങളും സഞ്ചരിക്കുന്നു. എന്നാൽ ഗുരു നീങ്ങുമ്പോൾ ജീവിത രേഖകൾ തന്നെ പുനർലിഖിതമാകുന്നു. 2026 ജൂൺ 2 ബൃഹസ്പതി മിഥുനത്തിന്റെ അസ്ഥിരവായുവിൽ നിന്ന് കർക്കിടകത്തിന്റെ സ്നേഹജലത്തിലേക്ക് അതിചാരത്തോടെ കടക്കുന്നു. ഇത് വെറും ഒരു രാശിമാറ്റമല്ല, അവസരങ്ങൾ വേഗത്തിൽ തുറക്കുന്ന ഒരു കാലഘട്ടമാണ്. ചിലർക്കിത് പുതിയ തുടക്കമാകും, ചിലർക്കിത് പരീക്ഷയാകും. എന്നാൽ ധർമ്മത്തിന്റെ വഴിയിൽ നിൽക്കുന്നവരെ ഗുരു കൈവെടിയുകയില്ല. ഇപ്പോൾ നമുക്ക് ചിങ്ങക്കൂറുകാരുടെ വ്യാഴത്തിന്റെ കർക്കിടകൻ രാശിയിലേക്കുള്ള രാശിമാറ്റത്തെ ഒന്ന് പറയാം. അധികാരം സേവനമാകണം. അഹങ്കാരം അഴിയുമ്പോൾ ഗുരു കൂടെ ഉണ്ടാകും. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 11 നിന്ന് 12 എത്തുകയാണ്. വ്യാഴം ചിങ്ങക്കൂറുകാർക്ക് 5-ാം ഭാവാധിപനും 8-ാം ഭാവാധിപനുമാണ്. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. 11-ാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന സമയത്ത് ധാരാളം ഗുണാനുഭവങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവാധീനത്താൽ നമ്മൾ ആഗ്രഹിച്ചു കൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടുന്ന കാലം. എന്നാൽ വ്യാഴം ജൂൺ 2 11-ാം ഭാവത്തിൽ നിന്നും 12-ാം ഭാവത്തിലേക്ക് എത്തുകയാണ്. 12-ാം ഭാവം എന്നത് നഷ്ടസ്ഥാനമാണ്. 12-ാം ഭാവത്തിലേക്ക് വ്യാഴം എത്തുമ്പോൾ അത്ര അനുകൂലമല്ല. എന്നിരുന്നാലും വ്യാഴത്തിന്റെ 12-ലെ ഉച്ചസ്ഥിതി മൂലം വ്യാഴത്തിന്റെ 12-ൽ നിന്നുകൊണ്ടുള്ള 4-ാം ഭാവത്തിലേക്കും 6-ാം ഭാവത്തിലേക്കും 8-ാം ഭാവത്തിലേക്കുമുള്ള ദൃഷ്ടി മൂലം വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതുമാണ്. കൂടാതെ കർക്കിടകൻ രാശിയിൽ നിൽക്കുന്ന വ്യാഴം ഉച്ചസ്ഥിതി ആയതുകൊണ്ട് തന്നെ വ്യാഴം ദോഷാനുഭവങ്ങൾ തരുന്നില്ല എന്ന് തന്നെ പറയണം. ദുരിതാനുഭവങ്ങൾക്ക് കുറവ് വരുന്നതാണ്. ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. പിതൃസ്വത്ത് സ്വന്തം പേരിലാകുന്നതിനും വീട് പുതുക്കിപ്പണിയുന്നതിനും പുതിയ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സാധ്യമാകുന്നതാണ്. ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഗുണകരമാണ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് ഗുണപ്രദമായിട്ടുള്ള സമയമാണ്. വാഹനം മാറി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ്. അമ്മയിൽ നിന്നും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ്. കുടുംബത്ത് സുഖവും സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതാണ്. ശത്രുശല്യം കുറയുന്നതാണ്. രോഗത്താൽ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് മോചനം ഉണ്ടാകുന്നതാണ്. രോഗശമനം പ്രതീക്ഷിക്കാവുന്നതാണ്. അതേപോലെ തന്നെ കടബാധകളിൽ നിന്ന് മോചനവും ഉണ്ടാകുന്നതാണ്. കടം വർദ്ധിക്കാതിരിക്കാനെങ്കിലും സാധിക്കുന്നതാണ്. ബന്ധുക്കളുമായി യോജിച്ച് പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ബന്ധുക്കളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതുമാണ്. സന്താനങ്ങൾക്ക് പലവിധ നേട്ടങ്ങളും ഉണ്ടാകും. മനോബലം പൊതുവെ വർദ്ധിക്കുന്നതാണ്. സേവന തൽപരരായിരിക്കും. കഠിന പ്രയത്നങ്ങൾ ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. മത്സര പരീക്ഷകളിൽ വിജയം നേടാനും സാധിക്കും. വിദിതൻ തൂലിക ചലിപ്പിക്കും നേരത്ത് ശുഭമായി ഭവിക്കട്ടെ സർവ്വതും മർത്യരിൽ. ഗുരുവിൻ കടാക്ഷം കവചമായി നിൽക്കവേ ദുരിതങ്ങൾ മായുന്ന പുലരി ഉണ്ടാകാം. ഗ്രഹഗതികൾ മാറാം, നിഴലും വെളിച്ചവുമെല്ലാം മാറി മാറി മറിയാം. എന്നാൽ ശുഭചിന്തയും കർമ്മശുദ്ധിയും കൈമുതലാക്കിയാൽ ഏത് അതിചാരത്തെയും നമുക്ക് അതിജീവിക്കാനാകും. കർക്കിടകത്തിലെ ഈ ഗുരുപ്രഭാവം ഏവർക്കും ഐശ്വര്യവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഗുരുവചനങ്ങൾ നിങ്ങളുടെ മനസ്സിൽ അല്പമെങ്കിലും വെളിച്ചം കൊളുത്തിയെങ്കിൽ ധർമ്മത്തിന്റെ നിശബ്ദ സമ്മതമായി നൽകൂ ഒരു ലൈക്ക്. ഈ ജ്ഞാനം മറ്റൊരു ജീവിതത്തിലേക്കും എത്തണമെന്ന് തോന്നുന്നുവെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക. ഋഷിപ്രോക്തത്തിലെ വാക്കുകൾ കാലത്തിന്റെ ഭാഷയിൽ നിങ്ങളിലേക്ക് എത്തുവാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ഒന്ന് അമർത്തിയേക്കുക. ഓം ഗുരുവേ നമ. ഓം ശാന്തി ശാന്തി ശാന്തി. പുതിയൊരു അറിവുമായി വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.